Dear students, third semester BCom-ന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ പാർട്ട് 11ാമത്തെ വീഡിയോ ആണ് ഇന്ന്. Standard deviation. Standard deviation is the square root of the mean of the squares of the deviations of all values of a series from their arithmetic mean. Standard deviation is the square root of the mean of the squares of the deviations of all values of a series from their arithmetic mean. Standard deviation എന്ന് പറഞ്ഞാൽ റൂട്ട്സ് മീൻ സ്ക്വയർ ഡീവിയേഷൻ. റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് അരിത്തമെറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ്, അരിത്തമെറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ് കാണുക. ആ ഡീവിയേഷൻസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണുക, അതിൻ്റെ സ്ക്വയർ റൂട്ട്. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇൻ ഇൻഡിവിജ്വൽ സീരീസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. If x1, x2, x3, etc., xn are n values, then standard deviation equal to root of x1 minus x bar whole square plus x2 minus x bar whole square plus x3 minus x bar whole square plus etc. plus xn minus x bar whole square divided by n. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് നമുക്കൊരു n വാല്യൂസ് കിട്ടിയാൽ അവയുടെ അരിത്തമെറ്റിക് മീൻ കാണാം. അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ആണെങ്കിൽ എക്സ് ബാറിൽ നിന്നുള്ള ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ എന്നാണ്. എല്ലാ വാല്യൂവും അരിത്തമെറ്റിക് മീനും തമ്മിലുള്ള ഡിഫറൻസ് കാണുക, ഡീവിയേഷൻ കാണുക. അപ്പോൾ x1 മൈനസ് എക്സ് ബാർ, x2 മൈനസ് എക്സ് ബാർ, x3 മൈനസ് എക്സ് ബാർ, xn മൈനസ് എക്സ് ബാർ കാണണം. എല്ലാ വാല്യൂസും എക്സ് ബാർ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഒരു കോളം എഴുതി. അപ്പോൾ എക്സ് എന്നുള്ള കോളം എഴുതിയിട്ട് x1, x2, x3, etc. xn താഴെ എഴുതണം. അടുത്ത കോളത്തിൽ എന്താണ്? ഡി എന്നാണ്. ഡി എന്ന് വെച്ചാൽ അതിന് താഴെ ഏതാ വരുന്നത്? x1 മൈനസ് എക്സ് ബാർ, അതിന് താഴെ x2 മൈനസ് എക്സ് ബാർ, x3 മൈനസ് എക്സ് ബാർ, അങ്ങനെ xn മൈനസ് എക്സ് ബാർ. അടുത്ത കോളത്തിൽ അതിൻ്റെ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻസ് ആണ്. ഡീവിയേഷൻസ് കണ്ടു, x1 മൈനസ് എക്സ് ബാർ, x2 മൈനസ് എക്സ് ബാർ, x3 മൈനസ് എക്സ് ബാർ, അങ്ങനെ xn മൈനസ് എക്സ് ബാർ കണ്ടു. ഈ ഡീവിയേഷൻസിൻ്റെ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് കാണണം. അപ്പോൾ അടുത്തതായിട്ട് x1 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, x2 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, x3 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, എറ്റ്സെട്ര xn മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് കണ്ടു. ഈ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണണം. മെയിൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡീവിയേഷൻസ് എന്നാണ്. ഇപ്പോൾ സ്ക്വയേഴ്സ് കണ്ടു, അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്താണ്? അരിത്തമെറ്റിക് മീൻ x1 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് x3 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് എറ്റ്സെട്ര പ്ലസ് xn മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ n. അതാണ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസിൻ്റെ അരിത്തമെറ്റിക് മീൻ. എല്ലാ സ്ക്വയേഴ്സും കണ്ട് ആ സ്ക്വയേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് കിട്ടി. ഇനി എന്താണ്? റൂട്ട് ഓഫ്, സ്ക്വയർ റൂട്ട് ഓഫ് ഇപ്പോൾ കണ്ടതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. therefore standard deviation is equal to square root of x1 minus x bar whole square plus x2 minus x bar whole square plus x3 minus x bar whole square plus etc. plus xn minus x bar whole square by n equal to sigma x minus x bar whole square by n. ഈ x1 minus x bar whole square plus x2 minus x bar whole square plus x3 minus x bar whole square plus etc. plus xn minus x bar whole square, അതിന് പകരം സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യുന്ന വാല്യൂവിന് പറയുന്നത് സിഗ്മ എന്നാണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. standard deviation equal to root of
സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. ഇനി അതല്ലെങ്കിൽ വേറൊരു ഫോർമുലയും കൂടെ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ. ഈ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ്. ഇതിനകത്തുള്ള സിഗ്മ, ഇത് ക്യാപിറ്റൽ സിഗ്മയുടെ സം എന്ന് കാണിക്കാനാണ്. എക്സ് സിഗ്മ എക്സ് സ്ക്വയർ എന്നാൽ എക്സ് സ്ക്വയറുകളുടെ സം. സിഗ്മ എക്സ് എന്ന് വെച്ചാൽ എക്സിൻ്റെ സം, എക്സുകളുടെ സം. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. അടുത്തത് വേരിയൻസ്. വേരിയൻസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. വേരിയൻസ് എന്താണ്? അപ്പോൾ വേരിയൻസ് ഈസ് ദ മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഫ്രം ദ മീൻ. വേരിയൻസ് ഈസ് ദ മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഫ്രം ദ മീൻ. അരിത്തമെറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ മീൻ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ, സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നും പറയാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മീൻ സ്ക്വയർ ഡീവിയേഷൻ ഓർ സെക്കൻഡ് മൊമെൻറ്റ്. Variance is the square of standard deviation. Thus, variance measure the variability in a series. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ രണ്ട് ഫോർമുല ഉപയോഗിക്കാം ഇൻഡിവിജ്വൽ സീരീസിൽ. ഒന്ന് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. രണ്ട് റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. അതായത് എക്സ് എന്ന വാല്യൂ തന്നാൽ എക്സ് സ്ക്വയർ എന്ന കോളം കാണുക, എക്സ് സ്ക്വയറുകളുടെ സം ഡിവൈഡഡ് ബൈ എൻ, പിന്നെ എക്സുകളുടെ സം ഡിവൈഡഡ് ബൈ എൻ ഹോൾ സ്ക്വയർ. അത്രയും റൂട്ടിനകത്ത് എഴുതിയാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. വെൻ ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് റേഷ്യോ ടു ദ മീൻ, വി ഗെറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് റേഷ്യോ ടു ദ മീൻ, we get coefficient of variation. Coefficient of variation എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ, എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് എന്നാൽ ഇൻറ്റു 100. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100. എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. Coefficient of variation is a relative measure of dispersion. So it is free from the unit in which the values in a series are measured. It can be used to determine the variability of two or more series, irrespective of the fact whether they are expressed in the same or different units. The series for which the coefficient of variation is less is considered to be more stable or consistent. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് മെഷറാണ്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം യൂണിറ്റ് ഇൻ വിച്ച് ദ വാല്യൂസ് ഇൻ എ സീരീസ് ആർ മെഷേർഡ്. അതിന് കാരണം കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ അരിത്തമെറ്റിക് മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലുള്ള യൂണിറ്റും ഡിനോമിനേറ്ററിലുള്ള യൂണിറ്റും സെയിം ആയിരിക്കും, അത് ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഫ്രീ ഫ്രം ദ യൂണിറ്റ് in which the values in a series are measured. അതുപോലെ അത് വേരിയബിലിറ്റി, 2 or more സീരീസ്, രണ്ടോ അതിലധികമോ സീരീസുകളുടെ വേരിയബിലിറ്റി മെഷർ ചെയ്യാനും ഉപയോഗിക്കും. അതുപോലെ തന്നെ ഏതിനാണ് കൂടുതൽ കൺസിസ്റ്റൻ്റ് ഏതാണ്, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റേബിൾ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നതിന് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് സീരീസ് ഓഫ് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ ഏതാണ് മോർ കൺസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ മോർ സ്റ്റേബിൾ, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ വേരിയബിലിറ്റി ഉള്ളത്, ഇതെല്ലാം കണ്ടെത്തുന്നതിന് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. The coefficient of variation is also useful for comparing the dispersion of two series
expressed in the same units when whose means are different. The coefficient of variation is also useful for comparing the dispersion of two series expressed in the same units when whose means are different. രണ്ട് സീരീസ് ഓഫ് വാല്യൂസ് ഉണ്ട്. രണ്ടിൻ്റെയും അരിത്തമെറ്റിക് മീൻ ഡിഫറൻ്റ് ആണ്, രണ്ടിൻ്റെ യൂണിറ്റ്സ് സെയിം ആണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഉപയോഗിക്കാം. അവ കമ്പയർ ചെയ്യാനും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമുക്ക് യൂസ് ചെയ്യാം. യൂണിറ്റ്സ് ഡിഫറൻ്റ് ആയാലും രണ്ട് സീരീസിലുള്ള വാല്യൂസിൻ്റെ യൂണിറ്റ്സ് ഡിഫറൻ്റ് ആണെങ്കിലും യൂണിറ്റ്സ് സെയിം ആണെങ്കിലും എല്ലാം കമ്പയർ ചെയ്യാൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ യൂസ്ഫുൾ ആണ്. For the following values, find standard deviation, variance and coefficient of variation 5, 8, 7, 11, 9, 10, 8, 2, 4, 6. നമുക്കറിയാം ഇവിടെ രണ്ട് ഫോർമുല ഉപയോഗിക്കാം. ഒന്നുകിൽ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനായിട്ട് ആദ്യം എക്സ് താഴെ എഴുതി. 5, 8, 7, 11, 9, 10, 8, 2, 4, 6 ടോട്ടൽ 70. അടുത്ത കോളം എക്സ് സ്ക്വയർ, ഓരോ എക്സിൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ 25, 8 സ്ക്വയർ 64, 7 സ്ക്വയർ 49, 11 സ്ക്വയർ 121, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100, 8 സ്ക്വയർ 64, 2 സ്ക്വയർ 4, 4 സ്ക്വയർ 16, 6 സ്ക്വയർ 36, total 560. Then standard deviation equal to root of sigma x square by n minus sigma x by n whole square. Sigma x square by n, x സ്ക്വയറുകളുടെ സിഗ്മ, സിഗ്മ എക്സ് സ്ക്വയർ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് 560. അപ്പോൾ 560 ഡിവൈഡഡ് ബൈ n, നമ്പർ ഓഫ് വാല്യൂസ് 10 ആണ്. അപ്പോൾ 560 ബൈ 10 മൈനസ് ഇവിടെ സിഗ്മ എക്സ് ബൈ n ആണ്. സിഗ്മ എക്സ് എക്സിൻ്റെ ടോട്ടൽ 70 ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ ഈക്വൽ ടു 560 ബൈ 10 56, 70 ബൈ 10 7 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 56 മൈനസ് 49 റൂട്ട് 7 2.646. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. അടുത്ത് വേരിയൻസ് കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണണം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാൻ വേണ്ടി അരിത്തമെറ്റിക് മീൻ കണ്ടു. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സുകളുടെ തുക 70 ഡിവൈഡഡ് ബൈ 10 7. അപ്പം മീൻ ഈക്വൽ ടു 7. അരിത്തമെറ്റിക് മീൻ 7, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.646. അടുത്ത നമുക്ക് വേരിയൻസ് കാണാം. വേരിയൻസ് ഈസ് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2.646ൻ്റെ സ്ക്വയർ എന്നൊക്കെ കാണാം. പക്ഷേ അത് വീണ്ടും കാൽക്കുലേഷൻ വേണം. അതിനേക്കാൾ നല്ലത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് 7 എന്നും പറയാം. അപ്പോൾ അതുകൊണ്ട് റൂട്ട് 7 എടുത്തു. അപ്പോൾ റൂട്ട് 7 സ്ക്വയർ എന്താണ്? റൂട്ട് 7 സ്ക്വയർ റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 ഓർ റൂട്ട് ഓഫ് 7 ഇൻറ്റു 7 റൂട്ട് ഓഫ് 49 7. അപ്പോൾ റൂട്ട് 7 സ്ക്വയർ എന്ന് വെച്ചാൽ 7 ആണ്. Variance equal to 7. Then coefficient of variation, standard deviation by arithmetic mean into 100. Standard deviation 2.646 divided by 7 into 100 equal to 37.8. Therefore standard deviation is 2.646, variance 7, coefficient of variation 37.8. Standard deviation in discrete and continuous frequency distributions. Discrete സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിനുള്ള ഫോർമുല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇത് കാൽക്കുലേറ്ററിലുള്ളത് കൊണ്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഇൻഡിവിജ്വൽ സീരീസിൽ എക്സ് സ്ക്വയർ ബൈ എൻ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ എഫ് കൂടെ
അധികമായിട്ട് വരും. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഒരു പ്രോബ്ലം ചെയ്യാം. ഫോർ ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഫോർ ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മാർക്സ് 2, 4, 6, 8, 10. Number of students 8, 10, 16, 9, 7. X എന്ന് എഴുതിയിട്ട് താഴെ 2, 4, 6, 8, 10. F 8, 10, 16, 9, 7. X എഴുതി, F എഴുതി. നമുക്ക് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. എക്സ് അറിയാം, എഫ് അറിയാം. അപ്പോൾ നമ്മൾ എഫ് എക്സ് കണ്ടു. ഫോർമുലയിൽ എഫ് എക്സ് സ്ക്വയർ വേണം, എഫ് എക്സ് വേണം. അപ്പോൾ എഫ് എക്സ് കണ്ടു. 2 × 8 16, 4 × 10 40, 6 × 16 96, 8 × 9 72, 10 × 7 70. ടോട്ടൽ ആഡ് ചെയ്തപ്പോൾ 294. സിഗ്മ എഫ് എക്സ് 294. അടുത്ത എക്സ് സ്ക്വയർ എന്നുള്ള കോളം. എക്സ് സ്ക്വയർ എന്നുള്ള കോളം എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എക്സ് ഇൻറ്റു എക്സ് ചെയ്താലും മതി. എഫ് എക്സ് സ്ക്വയർ ആണ് കിട്ടേണ്ടത്. അതിന് എക്സ് എന്നുള്ള കോളവും എഫ് എക്സ് എന്നുള്ള കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും. അതല്ലെങ്കിൽ എക്സ് സ്ക്വയർ കണ്ട് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ കാണുകയാണെങ്കിൽ എക്സ് 2 ആണ്. അപ്പോൾ സ്ക്വയർ 4, 4 × സ്ക്വയർ 16, 6 × സ്ക്വയർ 36, 8 × സ്ക്വയർ 64, 10 × സ്ക്വയർ 100. പിന്നെ എഫ് എക്സ് സ്ക്വയർ 8 × 4 32, 10 × 16 160, 16 × 36 576, 9 × 64 576, 7 × 100 700. ടോട്ടൽ ചെയ്തു 2044. അപ്പോൾ നമുക്ക് ഈ ഫോമിലേക്ക് വേണ്ട എഫ് എക്സ് സ്ക്വയറിൻ്റെ സമ്മ അത് 2044. സിഗ്മ എഫ് എക്സ് 294. എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ 50. അപ്പോൾ ആ വാല്യൂ വെച്ച് കണ്ടെത്തും. Then standard deviation equal to root of sigma f x square by n minus sigma f x by n whole square equal to root of 2044 divided by 50 minus 294 by 50 whole square equal to 2044 by 50 40.88 minus 294 by 50 5.88 5.88 square equal to 40.88 minus 34.5744 equal to root of 6.3056 equal to 2.51. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിരുന്നു. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. ഓൾസോ ഫൈൻഡ് വേരിയൻസ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. Size 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10, 10 to 12. Frequency 2, 4, 6, 4, 2, 6. ഇത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ക്ലാസ് 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10, 10 to 12. Frequency 2, 4, 6, 4, 2, 6. ഫോർമുല ഇത് തന്നെയാണ്. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ക്ലാസ്സും ഫ്രീക്വൻസി ഉണ്ട്. നമുക്ക് മിഡ് വാല്യൂ എക്സ് വേണം. മിഡ് വാല്യൂ എക്സ് എന്നുള്ള കോളം എഴുതുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ആഡ് ചെയ്തിട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നീട് എഫ് എക്സ് എക്സ് സ്ക്വയർ കാണുക, എഫ് എക്സ് സ്ക്വയർ കാണുക, പിന്നെ ഫോർമുല അപ്ലൈ ചെയ്യാം. ടേബിൾ വേണം. ടേബിൾ ഉണ്ടാക്കി ക്ലാസ് 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10, 10 to 12. F 2, 4, 6, 4 to 6 equal to 24. Mid value x 0 plus 2 divided by 2 1, 2 plus 4 divided by 2 3, 4 plus 6 divided by 2 5, 6 plus 8 divided by 2 7, 8 plus 10 divided by 2 9, 10 plus 12 divided by 2 11. Mid value x kitty. Then fx 2 into 1 2, 4 into 3 12, 6 into 5 30,
4 into 7, 28, 2 into 9, 18, 6 into 11, 66, total 156. Then x square, 1, 9, 25, 49, 81, 121. Then fx square, 2 into 1, 2, 4 into 9, 36, 6 into 25, 150, 4 into 49, 196, 2 into 81, 162, 6 into 121, 726. fx square ലഭിക്കാൻ fx into x ചെയ്താലും മതി. fx x ഈ തേർഡ് കോളം ഫോർത്ത് കോളം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ കിട്ടാൻ നോക്കാം. 1 into 2 2, 3 into 12 36, 5 into 30 150, 7 into 28, 7 8s are 56, balance of 5, 7 2s are 14 plus 5, 19, 196. Then 9 into 18, 9 into 18 onalla 9 into 9 into 2, 81 into 2, 162. Then 11 into 66, fx into x ചെയ്താൽ 11 into 66, 66നെ 6 into 11 ഇടാം. അപ്പോൾ 11 into 11 into 6, 121 into 6 തന്നെ. 121 into 6 നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്, 726. അപ്പോൾ fx into x എന്നുള്ള കോളം ചെയ്താൽ മതി. എക്സ് സ്ക്വയർ എഴുതാതെ തന്നെ fx സ്ക്വയർ എന്നുള്ള കോളം നമുക്ക് മിഡ് വാല്യൂ എക്സും fxും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാക്കാം. എനിവേ fx സ്ക്വയറിൻ്റെ സം 1272. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല എഴുതി. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 1272. അത് ഇവിടെ എടുത്ത് എഴുതി 1272, 1272. ക്യാപിറ്റൽ എൻ 24 അത് എഴുതി. മൈനസ് സിഗ്മ എഫ് എക്സ് 156 അതിവിടെ എഴുതി. ഡിവൈഡഡ് ബൈ എൻ 24 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1272 divided by 24, 53. 156 by 24, 6.5. So 53 minus 6.5 square equal to root of 53 minus 6 7s are 42, 42.25 equal to root of 10.75 equal to 3.279. Variance equal to square of standard deviation. Standard deviation square. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് റൂട്ട് 10.75 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇതോട് മൾട്ടിപ്ലൈ 3.279 ഇൻറ്റു 3.279 ചെയ്യുന്നതിനേക്കാൾ നല്ലത് റൂട്ട് 10.75ൻ്റെ സ്ക്വയർ കാണാണ്. റൂട്ട് 10.75 സ്ക്വയർ, റൂട്ട് 10.75 ഇൻറ്റു റൂട്ട് 10.75 ഈക്വൽ ടു 10.75. മീൻ അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ 156 by 24, 6.5. എന്താണ് അരിത്തമെറ്റിക് മീൻ? കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാം. കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടിയത് 3.279. 3.279 ബൈ അരിത്തമെറ്റിക് മീൻ 6.5 ബൈ 6.5 ഇൻറ്റു 100. 100 മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഡെസിമൽ നീങ്ങും. 327.9 by 6.5, 50.446. ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3.279, വേരിയൻസ് 10.75, അരിത്തമെറ്റിക് മീൻ 6.5, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 50.446. The scores of two batsmen A and B during a certain match are as follows. Examine which of the two batsmen is more consistent in scoring. Who is more efficient batsman? Who is more efficient? Who is more consistent in scoring? ഈ രണ്ട് ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്. ബാറ്റ്സ്മാൻ എയുടെ സ്കോർ തന്നിട്ടുണ്ട്, ബാറ്റ്സ്മാൻ ബിയുടെയും കിട്ടിയിട്ടുണ്ട്. എയുടെ സ്കോർ 10, 12, 80, 70, 60, 100, 0, 4. ബിയുടേത് 8, 9, 7, 10, 5, 9, 10, 8.
ഹു ഈസ് മോർ എഫിഷ്യൻറ്റ് എന്ന് ചോദിച്ചാൽ കൂടുതൽ അരിത്തമെറ്റിക് മീൻ ഏതാണ് കൂടുതൽ നോക്കിയാൽ മതി. ആവറേജ് കൂടുതലുള്ള ആളാണ് കൂടുതൽ എഫിഷ്യൻ്റ് എന്ന് പറയാം. ആവറേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ആവറേജ് അരിത്തമെറ്റിക് മീനാണ്. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ബാറ്റ്സ്മാൻ എയുടെ അരിത്തമെറ്റിക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും കണ്ടുപിടിക്കാം. പിന്നീട് ബാറ്റ്സ്മാൻ ബിയുടെ സ്കോറുകളുടെ അരിത്തമെറ്റിക് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടെത്തുക. അതിനുശേഷം ആർക്കാണോ കൂടുതൽ അരിത്തമെറ്റിക് മീൻ കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ അയാളാണ് കൂടുതൽ എഫിഷ്യൻറ്റ്. വേരിയേഷൻ കുറഞ്ഞത്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആർക്കാണോ കുറവ് അയാളാണ് കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടുപേരുടെയും, ബാറ്റ്സ്മാൻ എയുടെ അതുപോലെ ബാറ്റ്സ്മാൻ ബിയുടെയും രണ്ടുപേർക്കും കിട്ടിയ സ്കോറുകളുടെ അരിത്തമെറ്റിക് മീൻ കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണണം. അപ്പോൾ ബാറ്റ്സ്മാൻ എയുടെ സ്കോറുകൾ നമ്മൾ താഴെ എഴുതാണ്. എക്സ് എന്ന് എഴുതിയിട്ട് താഴെ 10, 12, 80, 70, 60, 100, 0, 4 ടോട്ടൽ ചെയ്തു 336. എക്സ് സ്ക്വയർ 100, 144, 6400, 4900, 3600, 10,000, 0, 16 ടോട്ടൽ 2516, 0. ഇനി അരിത്തമെറ്റിക് മീൻ കാണണം. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ, 336 divided by 8, 42. Then standard deviation equal to root of sigma x square by n minus sigma x by n whole square equal to root of sigma x square എന്ന് പറയുന്നത് 25160 minus sigma x എന്ന് പറഞ്ഞാൽ 336 by 8 whole square. But 25160 by 8 minus 336 by 8 square equal to 3145 minus 42 square equal to 3145 minus 1764 equal to root of 1381, 37.1619. Standard deviation കിട്ടി. ഇനി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 88.48 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും കിട്ടി. അപ്പോൾ അരിത്തമെറ്റിക് മീൻ കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഇതുപോലെ ഇനി ബാറ്റ്സ്മാൻ ബിയുടെയും കണ്ടെത്തണം. അടുത്തായിട്ട് ബിയുടെ സ്കോറുകൾ നോക്കാം. ആ സ്കോറുകളുടെ അരിത്തമെറ്റിക് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ബിക്ക് കിട്ടിയ സ്കോറുകൾ താഴെ എഴുതി. 8, 9, 7, 10, 5, 9, 10, 8 ടോട്ടൽ 66. എക്സ് സ്ക്വയർ 64, 81, 49, 100, 25, 81, 100, 64, 564. Arithmetic mean equal to sigma x by n equal to 66 divided by 8 equal to 8.25. Standard deviation root of sigma x square by n minus sigma x by n whole square equal to root of 564 by 8 minus 66 divided by 8 square equal to root of 564 by 8 എന്ന് വെച്ചാൽ 70.5 minus 8.25 square equal to root of 70.5 minus 68.0625 equal to root of 2.4375 equal to 1.56125. Coefficient of variation equal to standard deviation by arithmetic mean into 100 equal to 1.56125 by 8.25 into 100. നമുക്കിവിടെ കിട്ടിയത് എ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ്റെ സ്കോറുകളുടെ അരിത്തമെറ്റിക് മീൻ നമുക്ക് കിട്ടിയത് നേരത്തെ 42 എന്നാണ്. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ 88.48 ആണ്. ബിയുടെ അരിത്തമെറ്റിക് മീൻ, ബിക്ക് കിട്ടിയ സ്കോറുകളുടെ അരിത്തമെറ്റിക് മീൻ 8.25 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ 18.924 ആണ്. അപ്പോൾ എയുടെ ശരാശരി സ്കോർ 42, ബിയുടെ ശരാശരി സ്കോർ, ആവറേജ് സ്കോർ ഓഫ് ബാറ്റ്സ്മാൻ ബി എന്ന് പറയുന്നത് 8.25, ആവറേജ് സ്കോർ ഓഫ് ബാറ്റ്സ്മാൻ എ എന്ന് പറയുന്നത് 42.
അപ്പോൾ എയുടെ ആണ് ആവറേജ് സ്കോറാണ് കൂടുതൽ. ദെർഫോർ എ ഈസ് മോർ എഫിഷ്യൻറ്റ്. ബാറ്റ്സ്മാൻ എ ഈസ് മോർ എഫിഷ്യൻറ്റ് സിൻസ് ഹി ഹാസ് ഗ്രേറ്റർ ആവറേജ്. അതുപോലെ ഇനി അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആർക്കാണ് കുറവ് എന്ന് നോക്കുക. അതാണ് കൂടുതൽ കൺസിസ്റ്റൻ്റ്. എയുടെ വേരിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 88.48 ആണ്. 88.48 ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ബിയുടെ കേസിൽ അത് 18.924 ആണ്. കുറവാണ്, വളരെ കുറഞ്ഞു. 18.924 വേരിയേഷൻ കുറവാണ് ബിയുടെ സ്കോറുകൾക്ക്. Therefore, B is more consistent. Batsman B is more consistent since coefficient of variation is less. എയുടേക്കാൾ കുറവാണ് ബിക്ക്. കാരണം ബിയുടെ സ്കോറുകൾ നോക്കിയാൽ അറിയാം 5, 7, 8, 9, 10 അങ്ങനെയുള്ള വാല്യൂസ് മാത്രമേ ഉള്ളൂ. അതിൽ 0 ഉണ്ട്, കൂടിയ വാല്യൂ ഉണ്ട്. ഇവിടെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഹൂ ഈസ് മോർ എഫിഷ്യൻറ്റ്, ഹൂ ഈസ് മോർ കൺസിസ്റ്റൻറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് സ്കോറുകളുടെയും അരിത്മെറ്റിക് മീൻ കാണുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണണം. ആരുടേതാണോ കൂടിയ അരിത്മെറ്റിക് മീൻ കൂടുതലുള്ള ആൾ കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. വേരിയേഷൻ കുറഞ്ഞ ആൾ കൺസിസ്റ്റൻ്റ് ആണ്.